മത്സരം ഇപ്രാവശ്യം ഏതായാലും. സാധ്യതയെ പറ്റി എനിക്കറിയില്ല. ഞാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യും. പ്രാവശ്യം UDF ജയിക്കാനാണ് സാധ്യത. UDF സ്വന്തം ചിഹ്നത്തിലാണ് മത്സരിക്കേണ്ടത്. അങ്ങനെ വികസനത്തിന്റെ കാര്യത്തിൽ കുറെ വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ പുതിയ സ്ഥാനാർത്ഥിക്ക് പറ്റുമെന്നാണ് നമുക്ക് തോന്നുന്നത്. UDF തരംഗമാണല്ലോ നിലവിലെ സാഹചര്യം വെച്ചിട്ട്. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ മിക്ക ആൾക്കാർക്കും താല്പര്യമില്ല. പിന്നെ ഈ ശബരിമല കൊള്ള, അപ്പോൾ അതിനെതിരായിട്ട് ജനവികാരം ഉണ്ടാകും. UDF തരംഗമായിരിക്കാൻ സാധ്യതയുണ്ട്. മുരളി തന്നെ ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇവിടെ UDF തന്നെ ഭരണത്തിൽ വരുള്ളൂ. വലിയ പുരോഗമനങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ആൾക്കാർ മറിച്ച് ചിന്തിക്കുന്നു UDF വരണമെന്നുള്ളത്. UDF വരട്ടെ, നല്ല കാര്യങ്ങളല്ലേ. UDF സ്ഥാനാർത്ഥി ഭയങ്കര ഭൂരിപക്ഷത്തിൽ ജയിക്കും. BDS-ന് സാധ്യതയില്ല. പക്ഷേ എല്ലാവരും UDF-ന് വോട്ട് ചെയ്യും. 10 വർഷത്തെ ഈ ഭരണം ഇടിക്കാർ ഒന്നും സംഭവിച്ചില്ല. ആപ്പോടെ പട്ടയ പ്രശ്നങ്ങളുണ്ട്. ആ കാഞ്ചാറ മേഖലയിലുള്ള ഒത്തിരി അസൈൻമെന്റ് ഓർഡർ കിട്ടിയ ആൾക്കാരുണ്ട്. അവർക്ക് ഇന്നേ വരെ പട്ടയം കിട്ടില്ല. ഇത് ഇലക്ഷൻ്റെ അന്ന് വരെ ഇവർ പറയും പട്ടയം തരാമെന്ന് പറയും. അസൈൻമെന്റ് ഓർഡർ ഒരു 2 വർഷം മുമ്പ് കിട്ടിയവർ പോലും പട്ടയത്തിന് ഇത്ര പ്രസരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ വോട്ടേഴ്സ് പറഞ്ഞതുപോലെ തന്നെ ഈ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകാൻ പോകുന്നത് കാർഷിക പ്രശ്നമാണ്, അന്ന് പട്ടയമാണ്. അതോടൊപ്പം തന്നെ മറ്റ് വികസനങ്ങളാണ്. അപ്പോൾ ഈ വികസന പ്രവർത്തനത്തിൽ ഊന്നി വോട്ട് നേടാൻ റോഷി അഗസ്റ്റിൻ ആകുമ്പോൾ അതൊരു മാറ്റമാണോ ഈ ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നറിയാൻ നമ്മൾ ഏപ്രിൽ 9 കടക്കണം. മെയ് 4 വരെ കാത്തിരിക്കണം. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.